ഹലോ ഗൈസ്, വെൽക്കം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചാവക്കാട് എടത്തിയൂരാണ് കേട്ടോ. ഇന്ന് ഇവിടെ നേർച്ചയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞ ഗംഭീര പരിപാടി നടക്കാറുള്ളത്. ഇപ്പം ഞാൻ അവിടെ നിൽക്കുന്നത്. ഇവിടെ ഓരോ ടീമായിട്ട് വന്നിറങ്ങുന്നുണ്ട് കേട്ടോ. ഒരു ആന വന്നിറങ്ങിയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് ഇവിടുത്തെ വീഡിയോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ രാവിലെ തന്നെ പോകുന്നത് കേട്ടോ. സോ എന്തായാലും നമുക്ക് പരിപാടി കണ്ടാക്കിയാലോ. നമ്മളിത് ഇവിടെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇനി നമ്മൾ ബസ്സിന് പോവുകയാണ്. ഇവിടുന്ന് ഒരു 6 മണിക്കായിട്ടാണ് തോന്നുന്നു ബസ്സുണ്ട്. 5:45 സമയമായി. ഓക്കെ, അങ്ങോട്ട് ചെല്ലാം കേട്ടോ. ഗൈസ്, നമ്മൾ ഇതാ ഇവിടെ എടയ്ക്കൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ആവുന്നുള്ളൂ. നമുക്ക് നോക്കി വെക്കാം. ഗൈസ്, എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനി താഴത്ത് ഇറങ്ങണം കേട്ടോ. കാരണം ഒരുപാട് ആനകൾ വന്നിട്ടുണ്ട്. അക്കാവിള വിഷ്ണുനാരായണൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ 2-3 ടീമിലായിട്ട് വേറെ ആനകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇറങ്ങി വെക്കാം. അക്കാവിള വിഷ്ണുനാരായണ കേട്ടോ വന്നിട്ടുള്ളത്. ലോറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരത്തെ ലോറി കാണിച്ചില്ല, അവിടെ നിന്ന് ഇറങ്ങി. അതുപോലെ തന്നെ വേറെയും കുറേ ടീമുകൾ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. കുറേ ആനകൾ വന്ന് ഇറങ്ങുന്നുണ്ട്. ഇത് അടുത്ത ആന പോകുന്നു കേട്ടോ. ഇതേതാ ആന എന്ന് മനസ്സിലായി. ഇത് മരുതൂർക്കുളങ്ങര മഹാദേവനാണ് കേട്ടോ. ഇവിടെ വേറെയും ടീമുകൾ വരുന്നുണ്ട്. ഇവിടെ ബാൻഡ് ഉണ്ട്. നമുക്കിതൊന്ന് കണ്ടതിന് ശേഷം അങ്ങോട്ട് പോരോട്ടേക്ക് പോവാം. ഓക്കെ, അവിടുന്ന് പോന്നു. ഇവിടെ ഇതാ വേറൊരു ആന വന്നിട്ടുണ്ട് കേട്ടോ. ഏതാ നോക്കട്ടെ. ഇപ്പോൾ 2 ടീം വന്നു പോയിട്ട് അവിടുന്ന് ഒരു DJ മറ്റേ ഒരു ബോക്സിൻ്റെ സെറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ടീം ഇവിടെ വരുന്നുണ്ടോ നോക്കി നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഗജസംഗമത്തിനാണ് പോവാം. അത് ഈ ഒരു റോട്ടിനായിരുന്നു. നോക്കട്ടെ കേട്ടോ. നമ്മളിത് അവിടെ നിന്ന് വന്നത് നമ്മുടെ മുന്നിൽ 3-4 ആനകൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു DJ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടല്ലാത്ത വേറെ 2 ടീമുണ്ട് തോന്നുന്നു. ഒരു വൈറ്റ് കളർ ഫ്ലാഗ് ഉള്ളത് നമ്മളവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവിടെ ചെന്ന് നോക്കാം കേട്ടോ. ആ ടീം വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കുന്നില്ല. എന്തായാലും ആ ആനകൾ പോകുന്നത് ഗജസംഗമത്തിന് തന്നെയാണ്. അത് അവിടെ ആന കണ്ടോ, അവിടെ നിൽക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടില്ല. ഞാൻ അപ്പോഴാണ് ഓണാക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഗജസംഗമത്തിന് അങ്ങോട്ട് പോവാം. കാരണം ഈ ആനകളൊക്കെ അങ്ങോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഒരുപാട് ആനയുണ്ട് തോന്നി. 2-3-4 ആനകളുണ്ട്. ഞാൻ വരും മനസ്സിലാട്ടോ. ഏട്ടൻ്റെ പേരെന്താ? ഉമ്മർ. ഓക്കെ, നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടാട്ടോ. ഉമ്മറാക്കാനെ ഓരോ പരിപാടി സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ. ഓരോ പരിപാടിയായിട്ട് വരുന്നേ ഉള്ളൂ. നമ്മൾ ഇന്നലെ ഒരു പരിപാടിക്ക് പോയില്ല, കൊട്ടോല്. അവിടുന്ന് ഒരുത്തനെ പരിചയപ്പെട്ടിട്ടോ. അവിടെ ഈ മാങ്ങിയതൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ അതിന് പറഞ്ഞ് ഈ ചില ദിവസങ്ങളിൽ ഇങ്ങനത്തെ ഫെസ്റ്റിവലിൻ്റെ അന്ന് 10,000 പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഈ കടയിൽ നിന്ന് ഉണ്ടാകുന്ന വിറ്റിട്ട് കിട്ടുന്ന പൈസ. അപ്പോൾ അത് കേട്ടോ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. കാരണം ഇത്രയും ഒരു ദിവസത്തെ എമൗണ്ടാണ് ഇത്രയും പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബിസിനസ്സിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാകുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് കണ്ട് പോവാട്ടോ. ഓക്കെ,
എല്ലാ ആനകളും ഇവിടെ കുറച്ച് നേരം നിൽക്കുള്ളൂ. കാരണം ഇത്രയും വെയിലല്ലേ, ഒരുപാട് ജനങ്ങൾ അതിന് മുകളിൽ നോക്കി. എന്തായാലും ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ പറയുന്നത് നിൽക്കുന്നുണ്ടാവും. എന്തായാലും അതിൻ്റെ ഫ്രണ്ടിൽ ചെല്ലട്ടെ. എല്ലാ ആനകളും അവിടെ ഗജസംഗമത്തിനായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ ചെല്ലട്ടെ. ഓക്കെ. ഈ സാധനം ഗജസംഗമൊക്കെ കഴിഞ്ഞ് പോയിട്ടോ. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ടൈം ഇപ്രാവശ്യം നിർത്തിയിട്ടില്ല, പെട്ടെന്ന് നിർത്തിയിട്ട് കൊണ്ടുപോയി. അത് കേശവനാണ് പോകുന്നത്. ഫ്രണ്ടിലുള്ള ബാക്കിലുള്ള കൊണ്ട്